ഹായ് കൂട്ടുകാരി, നമസ്കാരം. എന്തൊക്കെ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. എൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം വേറൊന്നല്ല. ഇന്നലെ നമ്മുടെ വീട്ടിലേക്ക് ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി അവരുടെ മകളുടെ വിഷമങ്ങൾ പറഞ്ഞപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ മക്കളെ നമ്മൾ എന്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും, സാമ്പത്തികമായിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും അതെല്ലാം അറിയിക്കാതെ, അല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം തരണം ചെയ്ത് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തി വലുതാക്കി അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് ജോലി ലഭിക്കുന്നത് വരെ ചിലപ്പോൾ കാത്തു നിൽക്കാതെ നല്ലൊരു വിവാഹബന്ധമെന്ന് വിചാരിച്ചിട്ട് വിവാഹം ചെയ്തു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ കാണുന്നത് അല്ലേ. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നിന്നല്ല ഒരുവിധം ആളുകളും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പിന്നെ സ്വന്തം കാലിൽ നിൽക്കട്ടെ പെൺകുട്ടികൾ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. അപ്പം അങ്ങനെ ഒരു പെൺകുട്ടിയുടെ കഥ ആ കുട്ടിയുടെ അമ്മ വേദനയോട് കൂടി പറഞ്ഞപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണം തോന്നുന്നു. അപ്പോൾ നമ്മുടെ മക്കളുടെ ദുരന്തങ്ങൾക്ക് ഒരു പരിധി വരെ മാതാപിതാക്കൾ തന്നെയാണ് കാരണം കേട്ടോ. അത് വേറൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ ആ പെൺകുട്ടി PGയും B.Edൊക്കെ കഴിഞ്ഞതാണ്. ആ കുട്ടിക്ക് വിവാഹാലോചനകൾ ഒരുപാട് വന്നു. അപ്പോൾ പലതും ദൂരസ്ഥലങ്ങളിലാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ എന്ത് ചിന്തിച്ചു, ഒരു അടുത്ത പ്രദേശത്തേക്ക് അപ്പോൾ കൊടുക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ, അടുത്ത് തന്നെ ഇല്ലേ എന്നുള്ള രീതിയിൽ ആ പെൺകുട്ടീനെ വിവാഹം ചെയ്തു കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ വിവാഹ നിശ്ചയം, വളയിടലും ചടങ്ങുകളൊക്കെ കഴിഞ്ഞു അത്രേ. അങ്ങനെ വളയിടൽ കഴിഞ്ഞ സമയത്ത് ഈ വിവാഹം ചെയ്യാനിരിക്കുന്ന പയ്യനെക്കുറിച്ച് എന്തോ കേട്ടു. അത് കേട്ടപ്പോൾ ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കാൻ പോലും അവർ മെനക്കെടാതെ, അപ്പം മോള് പറഞ്ഞു അത്ര, ഇനി ഈ കല്യാണം വേണ്ട, അങ്ങനെയൊക്കെയാണ് ചെക്ക്, ഞാൻ ബുദ്ധിമുട്ടിലാവും, വേണ്ട, അപ്പം എന്നാൽ വള ഊരി കൊടുക്കാം, നിശ്ചയം കഴിഞ്ഞിട്ടും എത്രയോ കല്യാണങ്ങൾ മുടങ്ങുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മയും അച്ഛനും പറഞ്ഞു അത്ര, ഈ കുട്ടി എന്താ ചെറിയൊരു ജോലിക്കും പോകുന്നുണ്ട്, അപ്പോൾ നിനക്ക് നീ ജോലിക്ക് പോകുന്നതാണ്, അപ്പോൾ നിനക്ക് ജോലിക്ക് പോകുന്ന സ്ഥലത്ത് നിനക്ക് ആരെങ്കിലുമായിട്ട് ബന്ധം ഉണ്ടാവും, അങ്ങനെ പറഞ്ഞിട്ട് നിനക്ക് ചീത്തപ്പേരാവും, അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് ഈ കല്യാണം വേണ്ടാന്ന് വെക്കണ്ട, കല്യാണം കഴിക്കാം എന്നുള്ള തീരുമാനം ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ ആ പെൺകുട്ടി വിവാഹത്തിന് സമ്മതിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം വിവാഹം നിശ്ചയം കഴിയുമ്പോഴാണ് ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ഇന്നത്തെ കാലത്തുണ്ട് അല്ലേ, പണ്ടത്തെ പോലെയല്ല. അങ്ങനെ ഫോണൊക്കെ വിളിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന പയ്യൻ്റെ അല്ലെങ്കിൽ പയ്യൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ വീട്ടിലെ മറ്റുള്ള അംഗങ്ങളുടെയൊക്കെ സംസാരത്തിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റങ്ങളും ഒരു പരിധി വരെയൊക്കെ ഇന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം പെട്ടെന്ന് അങ്ങോട്ട് വിവാഹം നടക്കല്ല, 2-3 മാസങ്ങളൊക്കെ നീണ്ട് അല്ലെങ്കിൽ 6 മാസമൊക്കെ നീട്ടി വിവാഹം നടത്തുന്ന കേസിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പെൺകുട്ടികൾ നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കും? നമ്മുടെ അടുത്ത് അവർ പെരുമാറുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന സമയത്ത് അവരുടെ പെരുമാറ്റം നമുക്ക് ഇഷ്ടപ്പെട്ടു, അവിടെ നമ്മളവിടെ ചെന്ന് നോക്കുമ്പോഴും വേറെ കുറ്റങ്ങളും കുറവുകളൊന്നുമില്ല. അപ്പോൾ നമ്മളെപ്പോലെ തന്നെയാണ് അവർ എന്നുള്ള ചിന്താഗതിയോട് കൂടിയിട്ട് നമ്മളെപ്പോഴും പെൺകുട്ടീനെയാണ് കുറ്റം പറയുക. നല്ല കേസാണ്, അല്ലെങ്കിൽ നല്ല ആൾക്കാരാണ്, നീ ചിന്തിക്കുന്ന പോലെയല്ല, നിനക്ക് എന്താ അറിയുക, നിനക്ക് ഇതുപോലത്തെ നല്ലൊരു ബന്ധം കിട്ടുമോ, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പെൺകുട്ടികളെ ചീത്ത പറയും. അങ്ങനെ ആ വിവാഹം നടക്കും. വിവാഹം നടന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ആ കുടുംബത്തിൽ ചെന്ന് കഷ്ടപ്പെടുന്നത് ഈ പെൺകുട്ടീനെയായിരിക്കും. അപ്പോൾ ഈ പെൺകുട്ടിയായിരിക്കും എന്ന് പറഞ്ഞാൽ സാമ്പത്തികമുള്ള വീട് അല്ലെങ്കിൽ നല്ല നിലയിൽ നമ്മൾ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ല നിലയിലും കുടുംബ മഹിമയും കാര്യങ്ങളൊക്കെ പറയുന്ന വീടാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയില്ല. അവിടെ കടന്ന് കഷ്ടപ്പെടുന്നത് ഈ പെൺകുട്ടിയായിരിക്കും. ഒന്നെങ്കിൽ അമ്മായിമ്മ പോര് അല്ലെങ്കിൽ നാത്തൂൻ പോര്, അതും അല്ലെങ്കിൽ അമ്മ പറയുന്നത് മുഴുവനായിട്ട് കേൾക്കുന്ന മകൻ, അതായത് ഭാര്യ അല്ലെങ്കിൽ ഭാര്യയുടെ ആവശ്യങ്ങളില്ലെങ്കിൽ ഭാര്യയുടെ ഇഷ്ടങ്ങളില്ലെങ്കിൽ ഭാര്യ എന്നൊരു വ്യക്തി തൻ്റെ കൂടെ ഉണ്ട് എന്ന് ചിന്തിക്കാതെ അമ്മ പറയുന്നതിനപ്പുറം നീങ്ങാതെ അങ്ങനെ ജീവിക്കുന്ന ഒരു മകനായിരിക്കാം ചിലപ്പോൾ ഭർത്താവ്. അപ്പോൾ അങ്ങനെയുള്ള രൂപത്തിൽ കൂടെ ആ കുട്ടിക്ക് അവിടെ ജീവിതം ദുഷ്കരമായിട്ട് തീരൂല്ലേ. അപ്പോൾ അതുപോലെ തന്നെ സാമ്പത്തികം ഇല്ലാത്ത വീടാണ്, അങ്ങനെയൊക്കെയുള്ളൊരു വീട്ടിലേക്ക് ചെല്ലുന്നപ്പെടുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്കും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ, മദ്യപനായ ഭർത്താവ്, അതിപ്പോൾ സാമ്പത്തികം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുടിക്കുന്ന സ്വഭാവമുള്ളവരുണ്ടാവും. അതുപോലെ തന്നെ സ്വർണം, നമ്മൾ കൊടുക്കുന്ന സ്വർണം ദൂർത്തടിക്കുന്ന വീട്ടുകാരും ഉണ്ട് കേട്ടോ. അതിൽ സാമ്പത്തിക കുറവൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഈ കുട്ടീനെയും കല്യാണം കഴിച്ചു കൊടുത്തു. അപ്പോൾ ഇവർക്കും സാമ്പത്തികം ഉള്ളവരൊന്നല്ല. അപ്പോൾ അങ്ങനെ ഈ കുട്ടിക്ക് 25 പവനും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു B.Edൊക്കെ കഴിഞ്ഞ കുട്ടിയാണ്. അങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്തു. കല്യാണം കഴിച്ചു കൊടുത്തതിന് ശേഷം അധികം താമസിയാതെ ഈ കുട്ടിയുടെ സ്വർണ്ണങ്ങൾ ഓരോന്നോരോന്ന് ഈ ഹസ്ബൻഡ് വിൽക്കാനായിട്ട് എടുക്കുകയാണത്ര.
അപ്പോൾ അത് ഈ കുട്ടി കൊടുക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പറയും നീ നിൻ്റെ വീട്ടിലേക്ക് പൊക്കോ അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യണം, അങ്ങനെ ഈ കുട്ടീനെ പേടിപ്പിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ വീട്ടിൽ നമ്മുടെ ചുറ്റുപാടിൽ അല്ലെങ്കിൽ നമ്മളൊരു ചിട്ടവട്ടങ്ങളോട് കൂടി ജീവിച്ച കുട്ടികളാകുമ്പോൾ ഇതിനെ എതിർത്ത് പറയാനോ അല്ലെങ്കിൽ എന്തായാലും കല്യാണം കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാനത് വീട്ടിൽ പറഞ്ഞ അച്ഛനമ്മയ്ക്കും വിഷമാവോ എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള കുട്ടികളാകുമ്പോൾ ആ വീട്ടിൽ പറയാതെ ഇങ്ങനെ സ്വർണ്ണമൊക്കെ ചിലപ്പോൾ പോകും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ വേറൊരു കുട്ടിയുടെ കാര്യം അറിഞ്ഞത് എന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ചെന്ന് മദർ ഇൻ ലോ ആ കുട്ടിയുടെ സ്വർണ്ണങ്ങളൊക്കെ വാങ്ങി വെച്ചു. പിന്നെ ആ കുട്ടി കണ്ടിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അത് സാമ്പത്തികമുള്ളൊരു വീട് തന്നെയാണ്. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കുട്ടിയുടെ സ്വർണ്ണമൊക്കെ ഇങ്ങനെ പോകുമ്പോൾ കുട്ടി കൊടുക്കും, അങ്ങനെ അങ്ങനെയായിട്ട് വീട്ടുകാർ വന്ന് ചോദിച്ചപ്പോൾ താലിമാല അടക്കം ഇല്ലാതെയായി കേട്ടോ. അപ്പോൾ വീട്ടുകാർ വീണ്ടും ചെറിയൊരു മാലയും താലിയൊക്കെ വാങ്ങിച്ച് കൊടുത്തു, അതും വിറ്റു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അവരിഞ്ഞ് കൊടുക്കില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ കുട്ടികളായപ്പോൾ കുട്ടികൾക്കുള്ള സ്വർണം, വള, മാല, അതുപോലെ തന്നെ കമ്മൽ, അരഞ്ഞാണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അത്ര, അതും വിറ്റു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചിലവരപ്പോൾ എന്ത് പറയും അങ്ങനെ ചോദിക്കുമ്പോൾ ഈ കുട്ടി എടുത്ത് കൊടുക്കാൻ നിൽക്കണമെന്ന് ചിന്തിക്കും. പക്ഷേ ജീവിക്കുന്നവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ അല്ലേ. അങ്ങനെ ഒരുപാട് ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന പെൺകുട്ടികളുണ്ട് കേട്ടോ. തൻ്റെടമായിട്ട് കാര്യങ്ങൾ പറയാനും അല്ലെങ്കിൽ നീ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചതിന് മറുപടി പറയാനും പറ്റുന്ന രീതിയിൽ ജീവിച്ച പെൺകുട്ടികളാച്ച അങ്ങനെ പറയാനും വീട്ടിൽ വന്ന് കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ പെൺകുട്ടി തന്നെ കാര്യപ്രാപ്തിയോട് കൂടിയിട്ട് പെരുമാറാനും പറ്റും. അല്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ എത്രയായാലും എൻ്റെ ഭർത്താവല്ലേ അല്ലെങ്കിൽ അങ്ങനെയല്ലേ ചിന്തിച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഞാൻ കുറ്റം പറയില്ല. അതുപോലെ ഈ സാമ്പത്തികം ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു നമ്മൾ കൊടുക്കുന്ന സ്വർണം ആ പെൺകുട്ടിക്കും ആ പെൺകുട്ടിയുടെ ഭർത്താവിനും വേണ്ടിയിട്ടൊരു ഒരു മുതൽക്കൂട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കുക അല്ലേ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ പണയം വെക്കാം, അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്വർണ്ണമായിട്ട് കൊടുക്കുന്നത് അല്ലേ. അങ്ങനെ ജീവിത സാഹചര്യത്തിൽ വഴിമുട്ടി നിൽക്കുമ്പോൾ വീട്ടിൽ വന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ വീട്ടുകാർ ഇങ്ങനെയൊക്കെ കല്യാണം കഴിഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ്, ആർക്കും അത്ര വലിയ സുഖമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവുകയാണ്, ജീവിക്കുകയാണ്, അല്ലെങ്കിൽ നീ അങ്ങനെ നിൽക്ക്, അങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മടക്കി അയക്കുന്ന അച്ഛനും അമ്മയും ആവുമ്പോൾ ഒരു പ്രാവശ്യം ചിലപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു എന്ന് വരും. എപ്പോഴും അങ്ങനെ നമ്മൾ മനസ്സിലാക്കാതെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള അച്ഛനും അമ്മയും ആണ് ആ കുട്ടികളുടെ ജീവിതം നശിപ്പിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ മക്കളെ കുരുതിക്ക് കൊടുക്കുന്നതും കേട്ടോ. അപ്പോൾ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മക്കൾ അങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്ത വീട്ടിൽ നിന്നും തിരിച്ച് വന്നു കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും, ബന്ധുക്കൾ എന്ത് പറയും, അല്ലെങ്കിൽ ഇത്രയൊക്കെ പണം ചിലവാക്കിയിട്ട് കഴിച്ചതല്ലേ അവിടെ നിൽക്കട്ടെ എന്ന് ചിന്തിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിച്ചു പോയി 2 കുട്ടികളായി, ഇനിയിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതും ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ താഴെ 2 പെൺകുട്ടികളുണ്ട് അവരുടെ കല്യാണം കഴിയണം, അല്ലെങ്കിൽ താഴെ ഒരു ആങ്ങളുണ്ട്, ആങ്ങളൊക്കെ ഇനിയിപ്പോൾ ഒരു വീട്ടിൽ നിന്ന് പെണ്ണ് കിട്ടുമോ, അപ്പോൾ പെങ്ങളിങ്ങനെ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ പെണ്ണ് കിട്ടുമോ, അല്ലെങ്കിൽ പെങ്ങളെയും മക്കളെയും നോക്കേണ്ട ചുമതല ഉണ്ടാവില്ലേ, അങ്ങനെ ചിന്തിക്കുന്ന ആ രീതിയിൽ ചിന്തിക്കുന്ന അച്ഛനും അമ്മയാവുമ്പോൾ തങ്ങളുടെ പെൺമക്കളേനെ കുരുതിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ചിന്തിക്കാതെ എൻ്റെ മകളും അല്ലെങ്കിൽ എൻ്റെ മകൾക്കുണ്ടാകുന്ന ആ കുട്ടികളും എനിക്ക് ബാധ്യത അല്ല എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ജീവിതം ചിലപ്പോൾ ആ 3 കുട്ടികളും അല്ലെങ്കിൽ 3 ജീവനും നഷ്ടപ്പെടുന്നതിന് പകരം അവർ ജീവനോടെ ഇരിക്കും ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ സാമ്പത്തികമുള്ള വീട്ടിലാണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു പറഞ്ഞു. സാമ്പത്തികമുള്ള വീടാണെങ്കിലും സാമ്പത്തികം ഇല്ലാത്ത വീടാണെങ്കിലും നമ്മുടെ പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പെൺമക്കൾക്ക് അവിടെ സ്വസ്ഥതയും സമാധാനം അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ ബുദ്ധിമുട്ടുകയാണ്, അല്ലെങ്കിൽ അവർക്ക് അവിടെ ജീവിതത്തിന് അവർക്കൊരു സ്വാതന്ത്ര്യം ഇല്ല, അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കില്ല, വെറും ഒരു വേലക്കാരി എന്നതിലപ്പുറം ഒന്നുമില്ല. അങ്ങനെ ചിന്തിക്കുന്ന വീടുകളും ഒരുപാടുണ്ട് കേട്ടോ. കാരണം അവരുടെ വലിയ വീടാണെന്നുണ്ടെങ്കിൽ ആ വീട് മുഴുവൻ അടിച്ചു തുടയ്ക്കാനും വൃത്തിയാക്കാനും ക്ലീനാക്കാനും മാറാല തട്ടാനും വീട്ടിലെ പണികൾ ചെയ്യാനും നമ്മളിപ്പോൾ ഒരു പെൺകുട്ടി നമ്മുടെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ കൂടി നമ്മുടെ വീട്ടിൽ പണിയെടുക്കുന്നത് കൊണ്ട് വേലക്കാരി എന്നല്ല ഞാൻ പറയുന്നത്. എല്ലാവരും അത് ചെയ്യണം, വേണ്ടാന്ന് പറയണില്ല. പക്ഷേ ഇതിന് മാത്രമായിട്ടാണ് മരുമകൾ എന്ന രീതിയിൽ കണക്ക് കൂട്ടി ബാക്കി ആ കുട്ടീനെ ഇവർ എവിടേക്ക് പുറത്ത് പോകുമ്പോഴും കൊണ്ടുപോകാതിരിക്കുക, ഇവരെന്ത് സാധനങ്ങളും വാങ്ങിക്കുമ്പോഴും ആ കുട്ടിക്ക് ഒന്നും വാങ്ങിക്കാതിരിക്കുക, ഇവരുടെ പെൺമക്കൾക്ക് ഇവർ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ മകൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന പെൺകുട്ടിക്ക് ഒന്നും ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ മകൻ്റെ ശമ്പളം
മുഴുവൻ ഈ അമ്മ മേടിച്ച് വെക്കുക. മകൻ്റെ ശമ്പളം മേടിച്ച് വെക്കുക മാത്രമല്ല, മകന് നല്ലത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മരുമകളല്ലേ അനുഭവിക്കുക എന്ന ചിന്താഗതിയോട് കൂടി, അതായത് സുഖിക്കുക, ജീവിതത്തിൽ സുഖിക്കേണ്ട മരുമകൾ എന്ന ചിന്താഗതിയോട് കൂടിയിട്ട്. അതിന് പണ്ടുള്ളവർ പറയും മകൻ മരിച്ചാലും മരുമകളുടെ കണ്ണീര് കാണാലോ, അങ്ങനെയുള്ള അമ്മായിമ്മമാരുണ്ട് എന്ന് പറയും. അത് സത്യമാണ്, അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ. ഈ ഇന്നത്തെ കാലത്തും അങ്ങനെയുള്ളവരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു എന്താ പറയുക തമാശ എന്നല്ല, നമ്മളിത് ജീവിതത്തിൽ അനുഭവിക്കുന്നവർക്കാണ് ആ അനുഭവങ്ങളുടെ അറിയുള്ളൂ കേട്ടോ. അപ്പം ഇന്നലെ ഈ സംസാരിച്ച അമ്മ അവരുടെ മകളുടെ വിഷമങ്ങൾ പറഞ്ഞു, കണ്ണീരോടെ പറഞ്ഞു കേട്ടപ്പോൾ ഒരു ഒരു ഒന്നോ രണ്ടു പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ അത് പറയും ഇവരിതെല്ലാം അറിഞ്ഞിട്ട് കഴിച്ചു കൊടുത്തതല്ലേ, അല്ലെങ്കിൽ ഇവർക്ക് ഇവരുടെ മകളേനെ ഇവരുടെ വീട്ടിലേക്ക് കൊടുന്നൂടെ, അല്ലെങ്കിൽ മകൾക്ക് എന്താ അത്ര ബുദ്ധി ഇല്ലേ, PG കഴിഞ്ഞു, B.Ed കഴിഞ്ഞു, ആ മകൾ സ്വർണ്ണം ഊരി കൊടുക്കണമെന്ന് ചിന്തിക്കും. പക്ഷെ ജീവിക്കുന്നവർക്കാണ്, കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയുമെന്ന് പറയുന്ന പോലെ ജീവിക്കുന്നവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുക. അവിടെ ആ വീട്ടിൽ ജീവിക്കുന്ന സമയത്ത് അവർ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് കേട്ടോ. ആ അനുഭവത്തിൽ കൂടെ ഒരു നേരത്തെ ഭക്ഷണത്തിന്, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിന് പോലും കണക്ക് പറയുന്ന വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയി, ഇങ്ങനെയൊക്കെ ഉണ്ട്, നമ്മുടെ മക്കൾ അങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു നാണക്കേടും വിചാരിക്കണ്ട. നമ്മുടെ മക്കളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ട് ഒരു അധികപ്പറ്റുമല്ല നമ്മുടെ മക്കൾ എന്നുള്ളത് ചിന്തിക്കുക. ഇക്കണ്ട കാലം വരെ നമ്മൾ നമ്മുടെ മക്കളെ നോക്കി വളർത്തിയില്ലേ, ഇനി ഇവിടുന്ന് നമുക്ക് അധ്വാനിക്കാനും അതുപോലെ നമുക്ക് സാമ്പത്തികം അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് ബലമുള്ള കാലത്തോളം നമ്മുടെ മക്കളെ നമ്മൾ തന്നെ നോക്കാം എന്ന ചിന്താഗതിയോട് കൂടിയിട്ട് തിരിച്ചു കൊണ്ടുവരിക. പിന്നെ വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ടല്ലോ, ജോലി കിട്ടാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇല്ലെങ്കിൽ ഇന്ന് എത്രയോ പേര് പ്രൈവറ്റായിട്ട് പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ പുറം നാട്ടിൽ പോട്ടേന്നേ, നമ്മുടെ മക്കളേനെ നമ്മൾ അടച്ചിട്ട് വളർത്തുന്നത് കൊണ്ടാണ് അവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയാത്തത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. നമ്മൾ അടച്ച് വളർത്തുന്ന മക്കളാകുമ്പോൾ അവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയണില്ല. ഒന്നെങ്കിൽ നമ്മൾ ദൂരെയുള്ള സ്ഥലത്തേക്ക് പോലും കോളേജിലേക്ക് വിടില്ല, കാരണം ദൂരത്തേക്ക് പോകണ്ടേ, അതുകൊണ്ട് വേണ്ട. അല്ലെങ്കിൽ എത്രയും ദൂരം ബസ്സിൽ കയറി പോകണ്ടേ, ബസ്സിൽ തിക്കും തിരക്കല്ലേ, അങ്ങനെയൊക്കെ ചിന്തിച്ച് വളർത്തുന്നത് കൊണ്ട് നമ്മുടെ മക്കൾക്ക് ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല. നേരെ തിരിച്ച് എവിടെ വെച്ച് പോയി ജീവിക്കട്ടെ, ബാംഗ്ലൂരോ ചെന്നൈയിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ ഇനി എവിടെ വെച്ച് പോട്ടെ, ഇപ്പോൾ UK എത്ര പേര് കുടിയേറുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ പോയി ജീവിക്കട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെ അവർക്ക് സാമർത്ഥ്യമായിട്ട് ജീവിക്കാനും കഴിയും. എന്ന് വെച്ച് മക്കളേനെ ഞാൻ ദൂരസ്ഥലങ്ങളിലേക്ക് വിട്ടു അവരുടെ തോന്നിവാസത്തിന് അല്ലെങ്കിൽ തന്നിഷ്ടത്തിന് പ്രവർത്തിക്കാനായിട്ട് വിടണം എന്നല്ല പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഒരു പരിധി വരെ ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നമ്മുടെ മക്കൾക്ക് ചിലവിന് കൊടുക്കുന്നത് നമ്മളാണ്. അങ്ങനെ നമ്മുടെ മക്കൾ ബുദ്ധിമുട്ടണമെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവരെ നോക്കാനുള്ള സന്മനസ് അച്ഛനും അമ്മയും അതുപോലെ തന്നെ സഹോദരിമാരോ ആരാളെന്ന് വെച്ചാൽ അവരും തയ്യാറാവണം കേട്ടോ. ഒരു പെൺകുട്ടിയെ കുരുതിക്ക് കൊടുക്കൽ എളുപ്പം കഴിയും. അപ്പോൾ ആ ജീവിതം നമ്മൾ തിരിച്ചു പിടിക്കാനാണ് ശ്രമിക്കേണ്ടത്. ആ കുട്ടി ജോലി സമ്പാദിച്ച് ആ കുട്ടി ജീവിക്കട്ടെ, സ്വന്തം കാലിൽ നിന്ന് ജീവിക്കട്ടെ. അപ്പോൾ ഇതിനൊരു നാണക്കേടും വിചാരിക്കേണ്ടതില്ല. നമ്മുടെ മക്കളെ കുരുതിക്ക് കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ് ഒരു കണക്കിന്. അപ്പോൾ അങ്ങനെ നമ്മുടെ മക്കളെ കുരുതിക്ക് കൊടുക്കില്ല എന്ന് ഉറച്ച തീരുമാനത്തോടെ ഓരോ അച്ഛനും അമ്മയും അല്ലെങ്കിൽ സഹോദരനോ സഹോദരിയോ ആരാളെന്ന് വെച്ചാൽ അങ്ങനെ ഉറച്ച തീരുമാനത്തോടെ ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്ത്രീധന പീഡന മരണങ്ങളോ വീട്ടിൽ മറ്റ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അടിമയെ പോലെ ജീവിക്കുന്ന ജീവിതം മാറ്റാനോ, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ ആ കുട്ടി അനുഭവിക്കുന്ന അനുഭവങ്ങൾ എത്രയെന്നുള്ളത് ആ കുട്ടിക്ക് അറിയുള്ളൂ അല്ലേ. എത്ര നമ്മൾ മരണങ്ങൾ കണ്ടിട്ടുണ്ട്. ഓരോരുത്തരും ഭക്ഷണം കിട്ടാതെ ഒരു കുട്ടി ഭക്ഷണം പോലും കൊടുക്കുക, അതൊക്കെ സത്യമാണ്. അതൊക്കെ ഓരോരുത്തരും അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ ഓരോ അനുഭവങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നുണയല്ല, അപ്പോൾ അതൊക്കെ സത്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള മരണങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആത്മഹത്യകൾ ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മുടെ മക്കളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ ഡൈവേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്ത് പറയും, അല്ലെങ്കിൽ അയ്യോ അടുത്ത വീട്ടുകാരെന്ത് പറയും, നമ്മുടെ ബന്ധുക്കൾ എന്ത് പറയും, അല്ലെങ്കിൽ അവരെന്താ ചിന്തിക്കുക, ഇവരെന്താ ചിന്തിക്കുക എന്ന് ഒരു വിഷമം വിചാരിക്കേണ്ട കേട്ടോ. പറയുന്നവർക്ക് 4 ദിവസം ആ കഥകൾ പറയാണ്ടാവും. അത് കഴിഞ്ഞാൽ ആ അടുത്ത കഥ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഈ കഥ മറക്കും കേട്ടോ. അപ്പോൾ അടുത്ത കഥയായിരിക്കും പറയാണ്ടാവുക. പിന്നെ ചിലപ്പോൾ അറിഞ്ഞോടം കൊണ്ട് നമ്മളോട് ചോദിക്കും മകളിപ്പോൾ ഇവിടെ തന്നെയാണ് അല്ലേ, അല്ലെങ്കിൽ എന്താ ഇപ്പം എന്തായ പ്രശ്നം, എന്താ മകൾക്ക് എന്തോ വലിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നണു എന്നൊക്കെ പറയായിരിക്കും. അത് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് മുഖത്ത് നോക്കി പറഞ്ഞോളൂ അവൾക്ക് അവിടെ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് അതുകൊണ്ട് പോകുന്നു. കാരണം ആരും നമുക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ആരെന്ത് പറഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ മക്കളെ നമ്മൾ തള്ളിക്കളയില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല കാര്യത്തിൽ നിൽക്കുന്നത് കേട്ടോ, അല്ലാത്ത കാര്യത്തിലല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ ഒരു ആത്മഹത്യക്കല്ല, അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ എന്നും തീരാൻ നഷ്ടമായിട്ട് മാറുന്നതിനേക്കാൾ നല്ലതല്ലേ നമ്മുടെ മക്കൾ നമ്മുടെ കൺമുന്നിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ
സമൂഹം എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയും എന്ന് വിചാരിക്കാതെ നമ്മുടെ മക്കളെ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കൺമുന്നിൽ ജീവിച്ചോട്ടെ അവരെന്നേ. കഞ്ഞിവെള്ളം ഒഴിച്ചാലും നമുക്കത് കൊടുക്കാൻ പറ്റുന്ന കാലത്തോളം കൊടുക്കാം. ഇല്ല, അവർ ജോലി സമ്പാദിച്ച് ജീവിക്കാച്ച പിന്നെ പേടിക്കാണ്ടോ? ഈ ഒരു ജീവിതം നമ്മുടെ മുന്നിൽ ഇന്നലെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരായിട്ട് അതൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.